നമുക്ക് മാങ്ങ പറിച്ചു തുടങ്ങാൻ. മാങ്ങ പറിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോഴത്തേക്ക് മൊബൈലൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവൾ മാങ്ങ പറിച്ചു തുടങ്ങി കേട്ടോ. ഇവൾക്ക് ഇത് ചെറിയ മാവ്, അത്ര വലിയ ഹൈറ്റൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അവൾക്കതേ കയറി നിന്ന് പറിക്കാൻ പറ്റും. ഞാൻ താഴെ നിന്ന് മേടിച്ച് വെക്കത്തേ ഉള്ളൂ. ഇത് അമരപ്പാലി കേട്ടോ. എത്ര പഴുത്താലും ഈ പച്ച നിറം തന്നെയായിരിക്കും. ഇതിന്ന് 2-3 പഴുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവളതേ കയറും. കയറിയിട്ട് ഇത് പറിച്ച് എൻ്റെ കയ്യിലോട്ട് തരും. ഞാൻ ചാക്കിനകത്ത് വെക്കും കേട്ടോ. അവൾക്ക് തടിയൊക്കെ കുറവായതുകൊണ്ട് ഒക്കെ ഇതൊക്കെ കയറാനൊക്കെ പറ്റും. ഇത് ഈ പ്രാവശ്യം എല്ലാം മാങ്ങ പറിച്ചതും അവൾ തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ ഫാമിലിയിലെ കെയർ ടേക്കറാണ് കേട്ടോ. ഒരു ഫാമിലി മൊത്തം എവിടെയാണ് താമസിക്കുന്നത്. ഓക്കെ, നമുക്ക് 10-18 മാവുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മാങ്ങ ഞാൻ വിൽക്കും കേട്ടോ. എല്ലാ സാധനവും ഇവിടുത്തെ എൻ്റെ കോഴിയും കുഞ്ഞുങ്ങളെയും കണ്ടോ. ഒത്തിരി കോഴിയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുട്ട, മാങ്ങ, ചക്ക ഒക്കെ നമുക്ക് എടുത്ത് ആർക്കെങ്കിലും കൊടുത്തതിന് ശേഷം ബാക്കി ഞാൻ വിൽക്കാറുണ്ട്. ഇതൊക്കെ എൻ്റെ പോക്കറ്റ് മണി കേട്ടോ. എനിക്ക് സ്ട്രീറ്റ് ഡോഗിന് ഫുഡ് വാങ്ങാനുള്ള പൈസ വീട്ടിൽ നിന്നും തരും. പിന്നെ ഞാൻ ബാക്കി പൈസ കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് എൻ്റെ 2 കുരുത്തം കെട്ട പിള്ളേർ കാണിക്കുന്നത് കണ്ടോ. ഭയങ്കര കുരുത്തക്കെട്ട കേട്ടോ. മാങ്ങ ഇപ്രാവശ്യം ഈ മാവേ കുറവാണ് കേട്ടോ. ഈ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര മധുരമെന്ന് വെച്ചാൽ ഭയങ്കര മധുരം. ഇത് ഞങ്ങൾ കൂടുതൽ കഴിക്കാൻ വീട്ടിലെടുക്കുന്ന ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേര് അമരപ്പാളി എന്നാ കേട്ടോ. പിന്നെ ഇപ്പം കുറച്ചേ ഉള്ളായിരുന്നു ഈ പ്രാവശ്യം. പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡോഗ് ഫുഡിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ കണ്ടെത്തുന്നത്. വീട്ടിൽ നിന്നും എനിക്ക് തരാറുണ്ട്, ബാക്കി ഇങ്ങനെ കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ പേര, ചാമ്പ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചമ്പഴം വരെയുണ്ട്. പിന്നെ ലവ്ലോഴിക്ക ഇതാണ്ട് നോക്കിയേ. അങ്ങ് മണ്ടയ്ക്ക് അവൾ കയറി നോക്കുക കണ്ടോ. എൻ്റെ ഈ ചാക്കിനകത്ത് ഇത്. എന്നിട്ട് നമ്മൾ താഴെ കുറേ തുണിയൊക്കെ നിരത്തിയിട്ട് അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. വേറെ നമ്മൾ ഇതൊന്നും ഒന്നും ചേർക്കാറില്ല. അതുകൊണ്ട് എല്ലാ പ്രാവശ്യം കൊടുക്കുന്ന ഒരു മാങ്ങ ആകുമ്പം ചോദിക്കാറുമുണ്ട് കേട്ടോ. മാങ്ങ ആയില്ലേ, തരുന്നില്ലേ എന്നൊന്ന് നോക്കി. ഇങ്ങനെ നമ്മൾ ചാക്കയിലൊക്കെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് തുണി എടുത്തിട്ടും അത്രയേ ഉള്ളൂ നമ്മൾ വെക്കുന്നത്. നല്ലോണം പഴുത്ത് കിട്ടും. അതാണ്ട് ഇപ്പം ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നോക്കി മുറിക്കുമ്പം നല്ല എൻ്റെ പച്ച നിറം അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനകം നോക്കിക്കോണം കേട്ടോ. നല്ല ചുമപ്പ് നിറമാണ്. അതുപോലെ തേൻ പോലത്തെ മധുരമോ കേട്ടോ. നോക്കിയേ കണ്ടോ.